പ്രവാസ ജീവിതത്തിലെ ബിസിനസ് മേഖലയിൽ മിന്നിത്തിളങ്ങുന്ന സമയത്തും ഒരു ചുവട് കൃഷിയിലേക്ക് വെച്ച് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വിജയത്തിൻ്റെയും നിറവിൽ മുന്നോട്ട് പോവുകയാണ് പോഷക് ഓർഗാനിക് ഫാമിലൂടെ തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് സ്വദേശിയായ ഡോക്ടർ സുരേഷ് കുമാർ. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷന്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. കൃഷി തുടങ്ങിയിട്ട് 10-15 വർഷത്തോളമായി. ഈ ഫാം ഇപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ടുള്ളൂ. കൃഷി എനിക്ക് പണ്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഗൾഫിൽ പോയിട്ട് തന്നെ ഏകദേശം ഒരു 32 വർഷം ആകാൻ പോവുകയാണ്. അവിടെ ഹെൽത്ത് കെയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പല മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽസിലൊക്കെ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കൺസൾട്ടൻ്റാണ് അവരുടെ. പിന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ വൈഫ് നഴ്സാണ്, 3 മക്കൾ. ഒരാൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 8th സ്റ്റാൻഡേർഡിൽ, മൂന്നാമത്തെ ആൾ കുഞ്ഞുകുട്ടിയാണ്. പിന്നെ കൃഷിയിലേക്ക് വരാനുള്ളൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കൃഷി നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അച്ഛന് കൃഷി താല്പര്യമുണ്ട്. പക്ഷേ അന്ന് നമുക്ക് ലാൻഡ് കുറവായിരുന്നു. ഇത് ഞാൻ ഓരോ 5-10 സെൻറ്റായിട്ടുള്ള കുറേ പ്ലോട്ടുകൾ വാങ്ങി ചേർത്തിട്ടാണ് ഈ കൃഷി തുടങ്ങിയത് തന്നെ. കാര്യം ഇത്രയും ലാൻഡിൻ്റെ ഓണല്ലായിരുന്നു. എനിക്ക് അതിൽ 10 സെൻറ്റ് സ്ഥലം എനിക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ പീസായിട്ട് വാങ്ങിച്ച് ചേർത്ത് ഞാൻ കൃഷിയിലേക്ക് വന്നതാണ്. ഇപ്പോഴും ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒപ്പം കൃഷിയും അതോടൊപ്പം കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ 2-3 അവാർഡൊക്കെ കിട്ടിയ കൃഷിഭവൻ്റെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സംഘടനയുടെ ഒരു അവാർഡുകൾ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജില്ലാതലത്തിലൊക്കെ ഞങ്ങൾ മത്സരത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് എല്ലാത്തിനും ടാഗ് ചെയ്ത് നമ്മൾ ഡയറികളെല്ലാം, ഫാം ഡയറിയും രജിസ്റ്റർ എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃഷി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് രീതിയിലാണ്. ഞങ്ങൾ ചാണകം ഇറക്കിയിട്ട് ഉണക്കി പൊടിച്ച് അതിൽ ട്രൈക്കോഡർമയൊക്കെ മിക്സ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മികച്ച പോഷകത്തോട്ടം അവാർഡിൻ്റെ നിറപ്പകിട്ടിൽ നിൽക്കുന്ന പോഷക് ഓർഗാനിക് ഫാം വിവിധ വിദേശ സ്വദേശ ഇനം പഴങ്ങളാലും പച്ചക്കറികളാലും സമൃദ്ധമായ ഒരു കൃഷിയിടമാണ്. പിന്നെ ഇതിനകത്തുള്ള ഫ്രൂട്ട്സ് ഏകദേശം 45 വെറൈറ്റീസ് ഫ്രൂട്ട്സുകൾ ഇതിനകത്ത് ഉണ്ട്. നമ്മുടെ സ്പൈസസ് ഉൾപ്പെടെ ഏലം, കുരുമുളക്, ഇഞ്ചി, മുളക് കൃഷി, അതായത് വെജിറ്റബിൾസ് കൃഷിയുണ്ട്. ഫ്രൂട്ട്സിൽ തന്നെ പേരയ്ക്ക, ചക്ക, സപ്പോട്ട, അബിയു, ഒരുപാട് വെറൈറ്റീസ് എല്ലാം ഉണ്ട്. എല്ലാം ടാഗ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഓരോ ചെടിയുടെ മൂട്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു പ്ലാന്റിങ് ഡേറ്റും അതെന്താണെന്നുള്ളതും വ്യക്തമായിട്ട് അവർക്ക് അതിൻ്റെ ഫ്രൂട്ട്സ് എന്താണെന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മളിവിടെ ഈ ഫാമിനെ കുറിച്ചുള്ള ഫാം ഡയറിയും വിസിറ്റേഴ്സ് രജിസ്റ്റർ എല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. തരിശ് നിലമായി കിടന്നിരുന്ന 3 ഏക്കർ സ്ഥലം ഇന്ന് പലവിധ വിളകളാൽ സമൃദ്ധം. പോഷക് ഓർഗാനിക് ഫാമിലേക്ക് നമ്മളെ വരവേൽക്കുന്നത് പന്തലിൽ പടർന്ന് വളർന്ന് ചെറിയ ബൾബുകൾ പോലെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന പോഷകമൂല്യമേറെയുള്ള പാഷൻ ഫ്രൂട്ടുകളാണ്. നമ്മുടെ കൃഷി സമ്പത്തിയുടെ മൈക്രോ പ്ലാനിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷിയിടമാണ് സുരേഷ് ചേട്ടൻ്റെത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിലവിലിപ്പം അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട് പ്ലാന്റ്സുകളുണ്ട്. എക്സോട്ടിക് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സുകൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ മാവ്, പ്ലാവ്, അതുപോലെയുള്ള ഫലവൃക്ഷങ്ങൾ, പിന്നെ തെങ്ങ്, കമുക്, വാഴ, ഇഞ്ചി, കുരുമുളക്, അങ്ങനെ വിവിധ കൃഷി ചേർത്തിട്ടുള്ളൊരു സാധനമാണ്. മിക്സഡായിട്ടുള്ളൊരു ഫാമിങ്ങാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇത് സമ്പൂർണ്ണമായ ജൈവ രീതിയിലുള്ളൊരു കൃഷിയിടം കൂടിയാണ്. അദ്ദേഹം ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രൈക്കോ എൻറിച്ചഡ് കൗഡങ്, സമ്പുഷ്ടീകരിച്ച ചാണകവളമാണ് കൂടുതലായിട്ടും അദ്ദേഹം ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് നല്ല രീതിയിലുള്ളൊരു ജൈവ പ്ലോട്ടായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ഫ്ലവറിങ് ഫ്രൂട്ട്സുകളായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഇത് കേരളീയർക്ക് ഏറെ പ്രിയപ്പെട്ട, ആവശ്യക്കാർ ഏറെയുള്ള കോട്ടൂർ കോണം മാവ്. ഈ തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല മധുരമുള്ളൊരു ഇനമാണ് ഈ കോട്ടൂർ കോണം. അത്യാവശ്യം ഈൽഡ് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ 3 വർഷമായി. കഴിഞ്ഞ വർഷത്തോളം നമുക്ക് ഈ ഫാമിനകത്ത് നിന്ന് തന്നെ ഏകദേശം ഒരു 80 കിലോയോളം മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഒരു 200 കിലോ മാങ്ങ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ലോക്കൽ മാർക്കറ്റിൽ തന്നെ വിറ്റഴിക്കാൻ പറ്റും. നമുക്ക് വേറെ
റിസ്ക് ഒന്നുമില്ല. ഇപ്പം മാങ്ങ ആണെന്നുള്ളൊരു ബോർഡ് മാത്രം വെച്ചാൽ മതി, അപ്പോഴേന്നെ ഇത് വന്ന് വാങ്ങും ആൾക്കാർ. ഓർഗാനിക് ആയതുകൊണ്ട് കൂടുതൽ സെയിൽ വരുന്നുണ്ട്. തോട്ടത്തിൻ്റെ എല്ലാ വശങ്ങളിലും കമുക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സി സമൃദ്ധമായ കറിനാരങ്ങയും ഈ തോട്ടത്തിൽ സുഭിക്ഷമായി വളരുന്നു. ഒരു വർഷം ഇതിപ്പോൾ നട്ടിട്ട് 3 വർഷത്തോളമായി. ഇതിപ്പോൾ 3 വർഷം കൊണ്ട് എനിക്ക് ഈൽഡ് കിട്ടുന്നുണ്ട്. ഏകദേശം ആദ്യത്തെ വർഷം തന്നെ 10 കിലോയോളം കിട്ടി. രണ്ടാമത്തെ വർഷം എനിക്ക് 12 കിലോ കിട്ടിയായിരുന്നു. ഈ വർഷം ഇപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എപ്പോഴും ആൾമോസ്റ്റ് എല്ലാ മാസവും നമുക്ക് ഇതിൽ നിന്ന് 1-2 കിലോ വെച്ചിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. റെഗുലറായിട്ട് കായ്ക്കുന്ന ഒരു സാധനമാണ്. പല ഇനങ്ങളിലുള്ള വാഴകൾ ഇവിടെ നട്ടിട്ടുണ്ട്. വിളവെടുക്കാൻ പാകമായി കുലച്ചു നിൽക്കുന്ന വാഴകൾ ഇവിടുത്തെ വിള സമൃദ്ധിയുടെ നേർക്കാഴ്ച തന്നെയാണ്. ഇത് കൃഷി ഇടവേള കൃഷിയായിട്ട് വാഴ നമ്മൾ നട്ടിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാം കൂടെ ഒരു 650ഓളം മൂട് വാഴ ഇതിനുള്ളിൽ കിട്ടുന്നത്. ഇത് 2 തരത്തിൽ നമുക്ക് പ്രയോജനമുണ്ട്. ഒന്ന്, തൈയൊക്കെ അത്യാവശ്യം തണൽ ഷെയ്ഡ് കിട്ടുന്നുണ്ട്, ഒപ്പം നമുക്കൊരു വരുമാനം ആട്ടെ. ഇതിൽ തന്നെ വാഴ ഇല കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മൾ. അതോടൊപ്പം ഇതിൻ്റെ വാഴക്കന്ന് വാഴയുടെ വിത്ത് വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ കൊല നമ്മൾ വേണിയിൽ സ്വന്തമായിട്ട് നേരത്തെ വെക്കുന്നത്. കരിങ്കൽ തൂണുകളിൽ വളർന്നു നിൽക്കുന്ന ഡ്രാഗൺ ചെടികൾ ഈ തോട്ടത്തിൽ കാണാം. ഈ പോഷകത്തോട്ടത്തിൻ്റെ പ്രത്യേകത ഇവിടുത്തെ വിള പരിപാലന മുറകളാണ്. ജൈവ കൃഷിക്ക് മുൻതൂക്കം നൽകുന്ന ഈ കൃഷിയിടത്തിൽ കൃത്യസമയത്ത് വിളകൾക്കാവശ്യമായ ജലസേചനം, വളപ്രയോഗം, കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ ഇവയെല്ലാം നടത്തുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളാണ് ഇവിടുത്തെ തൊഴിലാളികൾ. കൃത്യമായ ഇടവേളകളിൽ തടം വെട്ടി വൃത്തിയാക്കി വളപ്രയോഗം നടത്തുന്നു. ചെടികൾക്കാവശ്യമായ ജലസേചന സൗകര്യവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വിദേശ ഇനം പഴങ്ങളുടെ നല്ലൊരു ശേഖരമുണ്ടിവിടെ. ഇത് സാന്തോളാണ്. ഇതുവരെ കാഴ്ച തുടങ്ങിയിട്ടില്ല. ഈ വർഷം പൂത്ത് കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഞങ്ങൾ അവിടെയുണ്ട് സാന്തോള്. ഇത് മപ്പരാങ്കാണ്. ഇതുവരെ ഫ്രൂട്ട്സ് ആയിട്ടില്ല. ഇതാണ് ഏകദേശം അതിൻ്റെ ഒരു വെറൈറ്റി. ടാഗിൽ കാണാൻ പറ്റും. ഇത് ചെമ്പടാക്കാണ്. ഇപ്പോൾ കാ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചക്കയായിട്ട് വരും. ഇത് ഈ വർഷമാണ് ഇത് ആദ്യമായിട്ട് കാഴ്ച തുടങ്ങുന്നത്. ഇത് മക്കോട്ട തേവയാണ്. ഷുഗർ പേഷ്യൻ്റ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. ഷുഗറിന് മാത്രമല്ല, യൂറിക് ആസിഡിനും മറ്റേ ബോഡിയുടെ ഇമ്മ്യൂൺ പവർ കൂട്ടുന്നതിനും ഇത് നല്ല ആയിട്ട് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തിരി വിലയുള്ള സാധനമാണ് മാർക്കറ്റിൽ. അത്യാവശ്യം നല്ല സെയിലുണ്ട് എല്ലാ പേർക്കും. കാരണം ഇത് പലരും കൃഷി ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഗൂഗിളിലൊക്കെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസും ഇതെല്ലാം അത്യാവശ്യം ഉള്ളതാണ്. ഇത് നട്ട ആദ്യ വർഷം പോലെ എനിക്ക് ഈൽഡ് കിട്ടി തുടങ്ങിയതാണ്. ആദ്യത്തെ വർഷം ഏകദേശം ഒരു 3 കിലോയോളം കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരു 50ഓളം തൈകളുണ്ട്. ഇപ്പോൾ ഇത് കൂടി വരുന്നുണ്ട്. ഇത് പഴുത്ത് നല്ല പച്ച വളഞ്ഞു വരുമ്പോൾ നല്ല ചുവന്ന കളറാവും. അത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഉണക്കിയിട്ട് പിന്നെ രാവിലെ നമ്മൾ വെള്ളത്തിയിട്ട് തിളപ്പിച്ച് വെറും വയറ്റിൽ അങ്ങനെ കുടിക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ മണിക്ക് 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നത് പോലെ ഇത് കുടിക്കാം. വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. കാര്യം ഫ്രൂട്ട്സ് ഉണക്കിയിട്ട് അതിനെടുക്കുന്നതാണ്. നമ്മൾ വേറെ ഇതിലൊരു ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല, കെമിക്കലില്ല, ഒന്നുമില്ല. ഇതെല്ലാം ഓർഗാനിക്കാണ്. ഇതിനൊന്നും രാസവളം ചേർക്കാൻ പറ്റില്ല. ഇത് റംബുട്ടാൻ N80 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് ഞാൻ തൃശ്ശൂർ മണ്ണൂത്തി കാർഷിക കോളേജിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ തൈ. ഇത് 2 മൂടുണ്ട്. ഇതിവിടെ സാധാരണ ഇതിൻ്റെ വെറൈറ്റീസ് ഇവിടെ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ 2 മൂടായിട്ട് എണ്ണം കുറച്ചാണ്. ഇതിൽ തന്നെ വേറെ പുലാസൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വെറൈറ്റീസൊക്കെ ഉണ്ട്. ഇത് ബറാബ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സാണ്. ഇത് നല്ല ടേസ്റ്റ് ഉള്ള സാധനം, നല്ല പുളിപ്പും മധുരവും കൂടെ ചേർന്നൊരു ഇതാണ്. ഇതിപ്പോൾ കാ പിടിച്ച് നിൽക്കുന്നതാണ്. ഇതാണ് ചെറിയൊരു കാ പഴുത്തിട്ടുണ്ട്.
അതുപോലെ ഇതും ഈ നാട്ടുകാർക്ക് അത്ര പരിചയമുള്ളൊരു സാധനമല്ല, ഇത് ഒരു വിദേശിയാണ്. കാഴ്ചയിൽ ചെറിയ ചെടിയാണെങ്കിലും നല്ല വിളവ് നൽകി വരുന്നതാണ് ഈ ജംബോട്ടിക്കാബ. ചില മരമുന്തിരി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. ഇത് ഈ പറയപ്പെടുന്നുണ്ട് ഈ സാധനം. ഇത് ഈ തണ്ടുകളിൽ നിറച്ച് ഇത് കാ പിടിക്കുന്നതാണ്. ഇപ്പം തന്നെ ഇത് കാ പൂത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ കാ കഴിഞ്ഞ് സീസൺ കഴിഞ്ഞ് അടുത്ത് പൂ വന്നു തുടങ്ങി. ഇതിങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. മൂന്നാറിലും തണുത്ത പ്രദേശങ്ങളിലും മാത്രം കണ്ടുവരുന്ന സ്ട്രോബെറി ചെടികളും ഇവിടെയുണ്ട്. സ്ട്രോബെറി ഇത് മൂന്നാറിൽ നമ്മൾ കൊണ്ടുവന്നതാണ്. ഇത് അത്യാവശ്യം നമുക്കിവിടെ ഈൽഡ് കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ചെങ്കിലും ഏകദേശം ഒരു 2 കിലോളം പഴം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ടോട്ടലി. പിന്നെ ഇപ്പോൾ വീണ്ടും അടുത്ത സെക്ഷൻ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ആ പൂക്കളെല്ലാം നിൽക്കുന്നേ ഉള്ളൂ. ഇത് പൂത്തു തുടങ്ങി, അത്യാവശ്യം വിളവ് കിട്ടുന്നതാണ്. ചെറിയ കായുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിപ്പോൾ കഴിഞ്ഞ സീസണിലുള്ള കായകളാണ്. വിളകൾക്ക് മികച്ച വളമായുള്ള മണ്ണിര കമ്പോസ്റ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് മണ്ണിര കമ്പോസ്റ്റാണ്. ഇതിനകത്ത് മണ്ണിര ഇട്ടിട്ടുണ്ട്. ഇത് ഇടുന്നത് നമ്മൾ ഈ വിളയിലുള്ള കളകളും വാഴയുടെ വേസ്റ്റ് എല്ലാ വേസ്റ്റുകളും നമ്മൾ ഇതിനകത്താണ് ഇടുന്നത്. ഇതിൽ പച്ച ചാണകം കൂടെ ഇട്ട് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെത്ത് പൊടിഞ്ഞ് നല്ല മണ്ണിര കമ്പോസ്റ്റായിട്ട് മാറും. ഇതിൻ്റെ മണ്ണിര വാങ്ങുന്നത് KVK എന്നാണ്. പോഷകത്തോട്ടത്തിലെ അടുത്ത ഘട്ടം പച്ചക്കറി കൃഷിക്കായുള്ള പച്ചക്കറി തൈകൾ ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടെ. ഈ കൃഷിയിടത്തിൽ നട്ടുവളർത്തുന്ന എല്ലാ വിളകളുടെയും നടീൽ സമയം, വളപ്രയോഗം തുടങ്ങി എല്ലാ കൃഷിപ്പണികളുടെയും വിവരങ്ങൾ ഡോക്ടർ സുരേഷിൻ്റെ പക്കലുണ്ട്. പോഷക് ഓർഗാനിക് ഫാം തുടങ്ങിയത് മുതലുള്ള വരവ് ചെലവ് കണക്കുകളും വിളകളുടെ വിവരങ്ങളും തുടങ്ങിയ എല്ലാം തന്നെ അദ്ദേഹം കൃത്യമായി എഴുതി സൂക്ഷിക്കുന്നുണ്ട്. സ്വദേശ വിദേശ വിപണികളിലൂടെ സുസ്ഥിര വരുമാനം ഉറപ്പു നൽകുന്ന സുഗന്ധവിളകളിൽ പൊന്നായ കുരുമുളകും ജാതിയും ഏലവുമെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നു. കൂടാതെ വെറ്റില കൃഷിയുമുണ്ട്. ഇത് നായറക്കൊടി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം നല്ല കുരുമുളക് കിട്ടുന്നുണ്ട്. നല്ല ഈൽഡാണ്. ഇത് മുമ്പൂടെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ മുമ്പ് റബ്ബർ കൃഷിയായിരുന്നു. അത് ഒഴിവാക്കിയപ്പോൾ ഞാൻ അതിന് ചാണകമൊക്കെ ഇട്ടപ്പോൾ പെട്ടെന്ന് കയറി ഗ്രോത്തായി നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. ഇത് വെറ്റിലക്കൊടിയാണ്. അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. വീക്കിലി 1-2 കെട്ട് വെറ്റ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ 2 മൂടുണ്ട്. 2 തെങ്ങിലാണ് ഞാൻ പടർത്തിയത്. സാധാരണ ഇത് പാത്തി പോലെ കൊടി പോലെ നീളത്തിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. നമ്മളിപ്പോൾ തെങ്ങിലാണ് ചെയ്യുന്നത്. നല്ല വള്ളിയാണ്, നല്ല വെറൈറ്റിയാണിത്. നല്ല അത്യാവശ്യം വെറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു വരുമാനമാണ്. ഇത് ഏലം. ഇത് 2 വർഷമായിട്ടുണ്ട് പ്ലാന്റ് ചെയ്തിട്ട്. ഇതിപ്പോൾ തന്നെ ശരങ്ങൾ വന്നു. ഇതാണ് ശരം. ഇത് നിറച്ച് പൂവാണ്. ഇത് കണ്ടോ, ഇതെല്ലാം പൂക്കളാണ്. ഇതിപ്പോൾ തന്നെ കായായി തുടങ്ങും. ഇതെനിക്ക് 6 മൂടോളം ഏലമുണ്ട്. ഇപ്പോൾ സീസണാണ് ഇതിൻ്റെ. കുറഞ്ഞ കാലയളവിൽ മികച്ച വരുമാനം നൽകുന്ന ഒന്നാണ് പപ്പായ. അതിലേറെ ആരോഗ്യ ഗുണങ്ങളുമുണ്ട് അവയ്ക്ക്. റെഡ് ലേഡി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ടാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പീക്ക് ടൈമുള്ള ഈൽഡെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ ഹൈറ്റിൽ പോകുന്നുണ്ട്. ഇനി അത് കൂടുതൽ ഈൽഡ് വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ മോശമല്ലാത്ത ഈൽഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. യെല്ലോ കളറ് ഗോൾഡൻ യെല്ലോ ലേഡി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് അങ്ങ് നിൽക്കുന്നത്. അത് പക്ഷേ അത്ര ഈൽഡൊക്കെ നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. അതിൻ്റെ പിന്നെ ലൈഫ് സ്പാൻ കുറവാണ്. ആരെയും കൊതിപ്പിക്കും വിധം ചുവന്ന മുത്തുമണികൾ പോലെ കായ്ച്ചു നിൽക്കുന്ന ചെറിപ്പഴങ്ങൾ ഈ പഴത്തോട്ടത്തിൻ്റെ ഒരു മനോഹര കാഴ്ച തന്നെയാണ്. വലിപ്പവും നല്ല മധുരമുള്ളതുമായ പേരയും അബിയവുമെല്ലാം ഇവിടെ കാണാം. ഇത് അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്നതാണിത്. നല്ല വലിയൊരു പേരാണ്. ഏകദേശം ഒരു കായ്ക്ക് ഏകദേശം 400 ഗ്രാം 350 ഗ്രാം ആ റേഞ്ചിൽ നമുക്ക് ഈൽഡ് കിട്ടും. ഇതിപ്പോൾ ഇത് 3 വർഷമായിട്ടുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞ മുതൽ നമുക്ക് ആദായം കിട്ടി തുടങ്ങിയതാണ്. ഇത് അബിയു. ഇത് ബാൾ ടൈപ്പ് അബിയു എന്ന് പറയും. ചെറിയ ഉരുണ്ട ടൈപ്പാണ്. ഇതിലിപ്പോൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പൂത്ത് വരുന്നുണ്ട്. ഇതിൽ കായലുണ്ട്, ചെറിയ കായലുണ്ട്. അതുപോലെ ഇത് അത്യാവശ്യം ഇപ്പം മാർക്കറ്റിൽ ഇത് സെയിൽ ഇത്തിരി പാടാണ്. ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഇത് അത്യാവശ്യം നല്ല ഓടുന്നൊരു സാധനമാണ് മാർക്കറ്റിലേക്ക്. കുള്ളൻ തെങ്ങിൻ്റെ ശേഖരവുമുണ്ട് ഇവിടെ. ഇത്
തെങ്ങ് കാഴ്ചയാണ്, ഇപ്പം പൂത്തിപ്പോൾ കാവുന്നതാണ്. ഇപ്പുറത്തെ തേങ്ങ ആയി കൊച്ചങ്ങ ഉണ്ട് ഈ സൈഡിൽ. ഇത് 3 വർഷം ആയി വരുന്നേ ഉള്ളൂ. വ്യത്യസ്ത ഇനങ്ങളിലുള്ള പ്ലാവുകൾ ഈ തോട്ടത്തിലുണ്ട്. ഇത് സിന്ദൂര വരിക്ക എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാവാണ്. ഇത് അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. 2ാം വർഷം മുതൽ നല്ല ചക്ക കായ്ച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ വർഷം കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. നല്ല മാർക്കറ്റിൽ നല്ല, ഇതിനകത്ത് കട്ട് ചെയ്യുമ്പോൾ അകത്ത് നല്ല ചുവന്ന കളറിലായിരിക്കും ഇതിൻ്റെ ഇതിരിക്കുന്നത്, പഴം ഇരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 10ഓളം വെറൈറ്റി ഉണ്ട്. സിന്ദൂര വരിക്ക, വിയറ്റ്നാം എയർലി, ആയൂർ ജാക്ക്, മുട്ടം വരിക്ക, പിന്നെ നാടൻ വരിക്ക പ്ലാവ്, അങ്ങനെ ഏകദേശം 10ഓളം വെറൈറ്റി ഇതിനകത്തുണ്ട്. ഫലസമൃദ്ധിയിൽ നിൽക്കുന്ന കശുമാവുകൾ ഈ പോഷകത്തോട്ടത്തിൻ്റെ മറ്റൊരു സുന്ദര കാഴ്ചയാണ്. ഇത് കശുമാവ്, ഇത് ഹൈബ്രിഡ് തൈയാണ്. ഞാനിവിടെ കാട്ടാക്കട ഒരു ഫാമിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് 3ാം വർഷമാണ്. 3ാം വർഷം കൊണ്ട് എനിക്കിപ്പോൾ 2 വർഷമായിട്ട് ഈൽഡ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് 2ാം വർഷമാണ്. ഇത് സാധാരണ നമ്മുടെ കശുമാവിനേക്കാൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ വർഷം എനിക്കൊരു 4-5 കിലോളം ഇതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലോക്കൽ മാർക്കറ്റിലൊക്കെ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ചുട്ട് തിന്നാനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പരമാവധി സ്ഥലം പ്രയോജനപ്പെടുത്തി എല്ലാ വിളകളുടെയും ഒരിനമെങ്കിലും ഈ തോട്ടത്തിൽ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ മികച്ചതും ഗുണമേന്മയേറെ ഉള്ളതുമാണ്. ഡോക്ടർ സുരേഷിന് എല്ലാവിധ പിന്തുണയുമായി ഭാര്യയും 3 മക്കളും കൂടെയുണ്ട്. കൂടാതെ ആത്മാർത്ഥതയുള്ള തൊഴിലാളികളും. തരിശായി കിടന്നിരുന്ന 3 ഏക്കർ സ്ഥലം ഇന്ന് പോഷക് ഓർഗാനിക് ഫാം എന്ന നിലയിലേക്ക് എത്തിയത് കൃഷിയെ മനസ്സിലാക്കി വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ശരിയായ ആസൂത്രണം ചെയ്തതിലൂടെയാണ്. വിളകളുടെ തെരഞ്ഞെടുക്കലും പരിപാലനവുമെല്ലാം അതിനുദാഹരണമാണ്. ഏവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഈ ജൈവ പോഷകത്തോട്ടം കൂടുതൽ വിപുലീകരണത്തിനുള്ള പാതയിലാണ്. പോഷക് ഓർഗാനിക് ഫാമിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സുരേഷ് കുമാർ, ഫോൺ നമ്പർ 9447314525.